ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മുടെ കടായിയിൽ നമുക്കൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കടായിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡിലും ബേസിലുമായിട്ട് നല്ല പോലെ നമുക്കൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര കൂടി ഒന്ന് വെതറി കൊടുക്കാം. ഇത് നമ്മൾ ഇടുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്ന് കേക്ക് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബ്രൗൺ കളർ, കാരമലൈസ്ഡ് ആയിട്ട് ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു ഏത്തയ്ക്ക ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ആ ബേസിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം, അടുക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് നമുക്കിടാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം 1 കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് എണ്ണ കൂടി ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദയും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കണം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കടായിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എയർ ബബിൾസ് എല്ലാം നമുക്കൊന്ന് റിലീസ് ചെയ്ത് വിടാം. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. ചെറിയ ചൂടിൽ, ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. ഷുഗറിൻ്റെ എല്ലാ കാരമലൈസ്ഡ് ചെയ്ത ഭാഗവും നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്.
അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് നമ്മൾ നോക്കിയത്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ അടുക്കലെത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.